ആകാശവാണി വാർത്താ വീക്ഷണം. സുനിൽ ഛേത്രി ലോക ഫുട്ബോളിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ ഇതിഹാസ താരം. തയ്യാറാക്കിയത് സുരേഷ് എടപ്പാൾ. അവതരണം സുധിൻ സൈനുദ്ദീൻ. 2 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ഫുട്ബോളിലെ നിറസാന്നിധ്യമായിരുന്ന സുനിൽ ഛേത്രി തന്റെ ബൂട്ട് അഴിച്ചിരിക്കുന്നു. ഇനിയും ഈ ജേഴ്സിയിൽ തുടരണമെന്ന് എനിക്കുണ്ട്. വീട്ടിലെത്തിയാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ ആ നീല ജേഴ്സി എടുത്തണിയുമായിരിക്കും. പക്ഷേ ഇനി തുടരാനാകില്ല. പുതിയ താരങ്ങൾ വരട്ടെ. ഞാൻ ടീമിലുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രധാനം. ഇന്ത്യക്ക് ജയിക്കണം. കഴിഞ്ഞ മെയ് 16 സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇതിഹാസ താരത്തിന്റെ വാക്കുകളാണിത്. ഫുട്ബോളിനോടും രാജ്യത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം വാക്കുകൾക്കതീതമാണ്. തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സ്റ്റേഡിയത്തിലേക്കുള്ള പഥങ്ങളിൽ ജനസഞ്ചയം തീർത്ത, ഗ്യാലറികളിൽ ആവേശത്തിന്റെ അലമാലകൾ തീർത്ത ഇന്ത്യയുടെ എക്കാലത്തെയും ഫാന്റാസ്റ്റിക് ഫുട്ബോളർ ഇനി കളത്തിലുണ്ടാകില്ലെന്നോർക്കുമ്പോൾ സങ്കടപ്പെടാത്ത കാൽപന്ത് ആരാധകർ ഉണ്ടാകില്ല. രാജ്യത്തിന്റെ ഫുട്ബോളിനെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ ഫുട്ബോളറുടെ അവസാന മത്സരം കാണാൻ ചരിത്ര സ്റ്റേഡിയമായ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഛേത്രി, ഞങ്ങൾ അങ്ങയെ മിസ് ചെയ്യും. കാരണം താങ്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. ശരിയാണ്, ആ വാക്കുകൾ ആരാധകരുടേത് മാത്രമായിരുന്നില്ല. നമ്മുടെ ദേശീയ ടീം കഴിഞ്ഞ കുറേ വർഷങ്ങളിലെല്ലാം മുന്നോട്ട് നീങ്ങിയത് ആ ബൂട്ടുകളിലെ ഗോളൊഴുക്ക് മാത്രം മുൻനിർത്തിയായിരുന്നു. അവസാന മത്സരത്തിൽ സുനിൽ ഛേത്രിക്ക് യാത്രയയപ്പ് നൽകാൻ ഇന്ത്യൻ ഫുട്ബോളിലെ ഒട്ടുമിക്ക ഇതിഹാസങ്ങളും സോൾട്ട് ലേക്കിന്റെ ഗ്യാലറിയിലുണ്ടായിരുന്നു. ജയത്തോടെ ഛേത്രിക്ക് യാത്രയയപ്പ് നൽകാൻ ഇന്ത്യൻ താരങ്ങൾ ശ്രമിച്ചെങ്കിലും കുവൈത്തിനോട് ഗോൾ രഹിത സമനില വഴങ്ങിയാണ് ഛേത്രി വിട പറയുന്നത്. വിട പറയൽ കാലത്തിന്റെ അനിവാര്യതയാണ്. നിരാശയോടെയും ദുഃഖത്തോടെയുമാണെങ്കിലും ഈ വിട പറയൽ അനിവാര്യതയാണെന്ന് ഛേത്രി പറയുമ്പോൾ ആ കണ്ണിൽ നിറഞ്ഞ കണ്ണുനീർ അദ്ദേഹത്തിന് ഫുട്ബോൾ എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്നു. ഇന്ത്യയിൽ ഛേത്രിയോളം പ്രതിഭയുള്ള കളിക്കാരൻ ഇനി വരുമോ എന്നത് സംശയമാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊപ്പവും ക്ലബ് ടീമുകൾക്കൊപ്പവും നിരവധി കിരീടങ്ങൾ നേടിയാണ് അദ്ദേഹം മടങ്ങുന്നത്. സുനിൽ ഛേത്രി പിന്മാറുമ്പോൾ എല്ലാ മുഖങ്ങളും ചോദിക്കുന്നു, ഇനി ആര് എന്ന്. അവിടെയാണ് കോച്ച് ഇഗോർ സ്റ്റിമാക്കിന്റെ വാക്കുകളുടെ പ്രസക്തി. നമ്മൾ ഛേത്രിയില്ലാതെ വിജയിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സുദീർഘമായ തന്റെ കരിയറിലൂടെ ഛേത്രി തെളിയിച്ച വഴിയിലൂടെ കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ ടീം മുന്നേറേണ്ടതുണ്ട്. ആ വാക്കുകളെ ഇന്ത്യൻ ടീം നെഞ്ചേറ്റിയതിന്റെ പ്രതിഫലമായി വേണം ഫിഫ ലോകകപ്പിന്റെ ഏഷ്യൻ യോഗ്യതയ്ക്കായുള്ള റൗണ്ട് 3 ഖത്തറിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീം പുറത്തെടുത്ത പോരാട്ട വീര്യം. റെഫറിയുടെ തെറ്റായ തീരുമാനത്തിന്റെ ബലത്തിൽ ഖത്തർ ഇന്ത്യയെ വീഴ്ത്തിയെങ്കിലും ഛേത്രിയില്ലാതെ ആ പോരാളിയെ ആവേശമാക്കി നീലപ്പട പൊരുതുക തന്നെ ചെയ്തു. 1984 ഓഗസ്റ്റ് 3 തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ ജനിച്ച ഛേത്രി തന്റെ ഉയരക്കുറവെന്ന പരിമിതിയെ അതിജീവിച്ചാണ് സൂപ്പർ താരമായി മാറിയത്. 2002 മോഹൻ ബഗാനിൽ തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചു. 2005 പാകിസ്ഥാനെതിരെ ബൂട്ട് കെട്ടിയാണ് സുനിൽ ഛേത്രി ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചത്. 151 മത്സരങ്ങളിൽ 94 ഗോളുകൾ നേടി. രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ ലിസ്റ്റിൽ 4-ാമനാണ് ഛേത്രി. ഇപ്പോഴും കളിക്കളത്തിലുള്ളവരുടെ പട്ടികയിൽ 3-ാമൻ. ഗോൾ വേട്ടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടു പിന്നിലാണ് സുനിൽ ഛേത്രിയുടെ സ്ഥാനം. അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ച ഇറാന്റെ അലിഡൈ ആണ് ഈ നേട്ടത്തിൽ ഛേത്രിക്ക് മുന്നിലുള്ള മറ്റൊരു താരം. രാജ്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻസി ബാറ്റ് അണിഞ്ഞ കളിക്കാരനും ഛേത്രി തന്നെ. ഗോളടിച്ചും ഗോൾ അടിപ്പിച്ചും സഹതാരങ്ങളെ ചേർത്ത് നിർത്തി ഇന്ത്യൻ ഫുട്ബോളിന്റെ തമ്പുരാനായി തന്നെയാണ് ഛേത്രി പടിയിറങ്ങുന്നത്. ഫുട്ബോൾ താരമെന്ന നിലയിൽ പല പരിമിതികളും ഛേത്രിക്കുണ്ടായിരുന്നു. ഫുട്ബോളിനെ നെഞ്ചേറ്റിയ കുടുംബത്തിൽ നിന്നും എത്തിയ ഛേത്രിക്ക് ഫുട്ബോൾ കേവലം ഒരു കളി മാത്രമായിരുന്നില്ല. അതിനപ്പുറം അതിർവരമ്പുകൾ നിശ്ചയിക്കാനാവാത്ത വികാരം കൂടിയായിരുന്നു. ഫുട്ബോൾ താരമായിരുന്ന അച്ഛൻ KB ഛേത്രിയിൽ നിന്ന് ബാലപാഠം ഉൾക്കൊണ്ട് സുനിൽ ഛേത്രി നടത്തിയ കുതിപ്പ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഏടാണ്. 39-ാം വയസ്സിലും യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന ഫിറ്റ്നസ് നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഛേത്രിക്ക് സാധിക്കുന്നത് മാനസികമായ ഇച്ഛാശക്തിയുടെ കൂടി പ്രതിഫലനമാണ്. ഫുട്ബോൾ കളിക്കാനാണ് സുനിൽ ഛേത്രി ജനിച്ചതെന്ന നേപ്പാളിൽ ഫുട്ബോൾ കളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയുടെ വാക്കുകൾ ആ കരിയർ ശരിവെക്കുന്നു. ഇന്ത്യയ്ക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും
ഗോളുകൾ നേടിയതിന്റെയും റെക്കോർഡ് ഛേത്രിയുടെ പേരിലാണ്. 2019 കിങ്സ് കപ്പിൽ കുറാസാവോയ്ക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോഴാണ് 107 മത്സരമെന്ന ബൈച്ചുങ് ബൂട്ടിയയുടെ റെക്കോർഡ് ഛേത്രി മറികടന്നത്. 2011 അർജുന പുരസ്കാരവും 2019 പത്മശ്രീ ബഹുമതിയും ലഭിച്ചു. 6 തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയ്ക്കൊപ്പം 2008 AFC ചലഞ്ച് കപ്പ്, സാഫ് ചാമ്പ്യൻഷിപ്പിൽ 2011, 2015, 2021, 2023 വർഷങ്ങളിൽ ഇന്ത്യ മുത്തമിട്ടപ്പോൾ നെടുംതൂണായി ഛേത്രി ഉണ്ടായിരുന്നു. 2007, 2009, 2012 വർഷങ്ങളിൽ നെഹ്റു കപ്പിൽ മുത്തമിടാനും ഛേത്രിക്ക് ഭാഗ്യമുണ്ടായി. 2023 ട്രൈ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും 2018, 2023 വർഷങ്ങളിൽ ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ഇന്ത്യയുടെ അലമാരയിലെത്തിക്കാൻ ഛേത്രിക്ക് സാധിച്ചു. 1 തവണ ISL കിരീടവും 2 തവണ ഐ ലീഗ് കിരീടവും ഛേത്രി നേടി. സൂപ്പർ കപ്പ്, ഡുറാൻഡ് കപ്പ് കിരീടത്തിലും മുത്തമിട്ടു. സുനിൽ ഛേത്രിയുടെ ഇന്ത്യൻ ഫുട്ബോളിനായുള്ള സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അർജുന, പത്മശ്രീ, ഖേൽ രത്ന അവാർഡുകളെല്ലാം നൽകി സുനിൽ ഛേത്രിയെ ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചാണ് ഛേത്രിയുടെ പടിയിറക്കം. ഇന്ത്യൻ ജേഴ്സിയിൽ കയ്യടി നേടാൻ ഇനിയും പല താരങ്ങൾക്കും സാധിച്ചേക്കും. എന്നാൽ സുനിൽ ഛേത്രിക്ക് ആരാധക ഹൃദയങ്ങളിലുള്ള സ്ഥാനം എത്തിപ്പിടിക്കുക മറ്റാർക്കും സാധിക്കാത്ത കാര്യമാണെന്ന് നിസ്സംശയം പറയാം. AIFF പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് 7 തവണ ഛേത്രി നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ AIFF പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡുകൾ നേടിയ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാണ്. 2007, 2011, 2013, 2014, 2017, 2019, 2022 വർഷങ്ങളിലാണ് ഛേത്രി പുരസ്കാരം നേടിയത്. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ അഭിമാനകരമായ ഖേൽ രത്ന ബഹുമതി ലഭിച്ച ഏക ഫുട്ബോൾ കളിക്കാരൻ സുനിൽ ഛേത്രിയാണ്. 2021 ഖേൽ രത്ന പുരസ്കാര നേട്ടം. അങ്ങനെ അത് കഴിഞ്ഞു. സുനിൽ ഛേത്രി തന്റെ അവസാന ഗെയിം ഇന്ത്യൻ ബ്ലൂവിൽ കളിച്ചു. ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല. അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല. അതാണ് ജീവിതം, അതാണ് ഫുട്ബോൾ. കുവൈത്തിനെതിരായ സമനില വഴങ്ങിയതിനു ശേഷം വികാരഭരിതനായ ഛേത്രിയുടെ ചുമതല ഏറ്റെടുത്ത ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്കൊപ്പം സുനിൽ ഭായ് ഉണ്ടാകില്ല. ഇത് ഏറെ സങ്കടകരമാണ്. പക്ഷേ ഞങ്ങൾ ഒരു ടീമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ലോകം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ല. പ്രതീക്ഷകളാണ് എല്ലാം. ഇന്ത്യൻ ഫുട്ബോൾ വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണെന്ന് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്ത ഫിഫ ലോകകപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കാൻ സുനിൽ ഛേത്രി അടക്കമുള്ള മുൻകാല താരങ്ങളുടെ മോഹം സഫലമാക്കാൻ കഴിയുന്ന ഒരു പുതുനിര ഇന്ത്യൻ ഫുട്ബോളിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അത് സാധ്യമാകുമെന്നതിന്റെ ശുഭസൂചനകൾ കാണുന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ കാൽപന്ത് ലോകം അംഗീകരിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.